ഹായ് ഫ്രണ്ട്സ്, ആര് കഴിച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന നല്ല അടിപൊളി ക്രീമി ആൻഡ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം 2 കിലോ ചിക്കന് 3 സവാള, 3 തക്കാളി, ഒരു വെളുത്തുള്ളിയുടെ പകുതി, പിന്നെ വെളുത്തിനേക്കാളും താഴെ ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ്, 2 പച്ചമുളക് എടുക്കുക. നന്നായിട്ട് അരിഞ്ഞ് ഒതുക്കി വെക്കുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആൻഡ് ഒരു 1 ടീസ്പൂൺ ഹിമാലയൻ സോൾട്ടാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു അടികട്ടിയുള്ള പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണെങ്കിലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരിക, അതൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ചിക്കനൊക്കെ നിരത്തി വെച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോകും. തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൻ എടുക്കാം. ഞാൻ സെയിം പാൻ തന്നെ വാഷ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരിയപ്പോൾ ഉണ്ടായ വെളിച്ചെണ്ണ, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് നേരത്തെ അരിഞ്ഞ് വെച്ചത്, സവാള, തക്കാളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഹിമാലയൻ സോൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വീഡിയോ എടുക്കാൻ മറന്നു, സോറി. ഇത് ഇത്ര ഇട്ട് കൊടുത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് നന്നായിട്ട് വഴറ്റി എടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂണാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കേണ്ടത് 2 ടീസ്പൂൺ. അതാണ് ഈ കറിയുടെ സ്പെഷ്യലായിട്ടുള്ള സാധനം. ചിക്കൻ മസാല തന്നെ ഇടണം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് പച്ചമണം മാറുന്ന വരെ ഇളക്കി വഴറ്റിയെടുക്കാം. മിക്സി നല്ല രീതിക്ക് ചൂടാറിയതിന് ശേഷം മാത്രം മിക്സി ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപകടങ്ങൾ ക്ഷണിച്ച് വരുത്തരുത്. പ്ലീസ് നോട്ട്. ചൂടാറിയതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇതുപോലെ മിക്സിയിൽ അരച്ചെടുക്കുക. തരി പോലെയൊന്നുമില്ലാതെ നല്ല വെണ്ണ പോലെ ഇതുപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പാത്രമില്ലേ, ആ പാത്രത്തിലേക്ക് തന്നെ ഈ അരപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം, നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഒരു മീഡിയം ലെവലിൽ സെറ്റ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഗ്രേവിയുടെ കളർ ചേഞ്ച് ആവും. ഒരു ഓറഞ്ചിഷ് യെല്ലോയിൽ നിന്നൊരു ഓറഞ്ചിഷ് റെഡ് കളറാവും. അതിനുശേഷം ഫൈനലി 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കുറവെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം, മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യുക. നമ്മുടെ സ്വാദിഷ്ടമായ ക്രീമി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ.